നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. റഷ്യ യുക്രൈൻ യുദ്ധം തുടർന്നാൽ അത് ഇനിയൊരു മൂന്നാം ലോക മഹായുദ്ധത്തിൽ ചെന്നേ കലാശിക്കൂ എന്ന മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കഴിഞ്ഞ മാസം ഏകദേശം 25,000 സൈനികർ കൊല്ലപ്പെട്ടു എന്ന കണക്കുകൾ ചൂണ്ടിക്കാട്ടിയാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. വൈറ്റ് ഹൌസിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ നിലവിലെ സ്ഥിതിയിൽ നിരാശ പ്രകടിപ്പിച്ച അദ്ദേഹം അക്രമം ഉടനടി അവസാനിപ്പിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ മാസം 25,000 സൈനികർ മരിച്ചു. ഈ കൂട്ടക്കൊലകൾ അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനായി ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നുണ്ട് എന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇത്തരം കാര്യങ്ങൾ ഇനിയും തുടർന്നാൽ അതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിൽ കലാശിക്കും. അത് സംഭവിക്കുന്നത് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ട്രംപ് പറയുന്നത്. മണിക്കൂറുകൾക്കകം യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ട്രംപ് മുൻപ് അവകാശപ്പെട്ടിരുന്നു. റഷ്യയും യുക്രൈനും വഴങ്ങാത്തതിനാൽ ഇപ്പോഴും വെറുമൊരു കാഴ്ചക്കാരനായി നോക്കി നിൽക്കേണ്ടി വരികയാണ് ട്രംപിന്. ഈ സാഹചര്യത്തിൽ അദ്ദേഹം അതീവ നിരാശനാണെന്നാണ് US പ്രസിഡന്റിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത്. വെടിനിർത്തൽ ചർച്ചകളിലെ മന്ദഗതിയിൽ മോസ്കോയോടും കീവിനോടും ട്രംപ് അതൃപ്തി രേഖപ്പെടുത്തിയതായി വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലിവിറ്റ് പറഞ്ഞു. 4 വർഷം നീണ്ട യുദ്ധം അവസാനിപ്പിക്കാൻ US പ്രധാന മധ്യസ്ഥത വഹിക്കുന്നുണ്ട്. എന്നാൽ ഇരുകൂട്ടരും അമ്പിനും വില്ലിനും അടുക്കുന്നില്ലെന്നതാണ് നിലവിലെ സ്ഥിതിവിശേഷം. ഈ യുദ്ധത്തിലെ ഇരുപക്ഷത്തോടും പ്രസിഡന്റ് അതീവ അമർഷത്തിലാണ്. വെറുതെ കൂടിക്കാഴ്ചകൾ നടത്തുന്നത് അദ്ദേഹത്തിന് മടുത്തു. സംസാരങ്ങളല്ല, നടപടികളാണ് വേണ്ടത്. ഈ യുദ്ധം അവസാനിപ്പിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു എന്നാണ് കരോലിൻ ലീവിറ്റ് പറയുന്നത്. നേരത്തെയും ഇക്കാര്യത്തിൽ ട്രംപ് കടുംപിടുത്തം നടത്തിയെങ്കിലും അതൊന്നും വിലപ്പോകുന്ന ലക്ഷണമല്ല കാണുന്നത്. നേരത്തെ തന്നെ വിഷയത്തിൽ ട്രംപ് ഭരണകൂടം സമാധാന ശ്രമങ്ങളിൽ സജീവമാണ്. ബുധനാഴ്ച യൂറോപ്യൻ നേതാക്കളുമായി ഇക്കാര്യത്തിൽ ട്രംപ് ചർച്ച നടത്തുകയും പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും സംഘവും ഇരുപക്ഷവുമായുള്ള നേരിട്ടുള്ള കൂടിയാലോചനകൾ തുടരുന്നുണ്ടെന്നും ലീവിറ്റ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നിട്ടും ചർച്ചകളൊന്നും ഫലവത്താവുന്നില്ല എന്നതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം. റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിന്റെ ഭാഗമായി യുക്രൈന് സുരക്ഷാ സഹായം നൽകാൻ US തയ്യാറാണെന്ന് ട്രംപ് സൂചിപ്പിച്ചിരുന്നു. എന്നാൽ അമേരിക്കൻ സമാധാന പദ്ധതി അംഗീകരിക്കാൻ സെലൻസ്കി തയ്യാറാകാത്തതിനാൽ അദ്ദേഹം നിരാശനാണ്. റഷ്യയ്ക്ക് പക്ഷപാതപരമായ മുൻതൂക്കം നൽകുന്നതാണ് ട്രംപിന്റെ സമാധാന പദ്ധതി എന്ന ആക്ഷേപത്തിന് പിന്നാലെയാണ് യുക്രൈൻ അത് നിരസിച്ചത്. അതേസമയം ട്രംപിന്റെ കീഴിൽ US യുക്രൈനിലുള്ള നേരിട്ടുള്ള സൈനിക സഹായം കുത്തനെ കുറച്ചിരുന്നു. പകരം മറ്റ് നാറ്റോ സഖ്യകക്ഷികൾക്ക് അവർക്ക് വേണ്ടി അമേരിക്കൻ ആയുധങ്ങൾ വാങ്ങാൻ കഴിയുന്ന ഒരു മാതൃകയിലേക്ക് മാറുകയും ചെയ്തു. നിലവിലെ സാഹചര്യത്തിൽ റഷ്യയും യുക്രൈനും ഒരുപോലെ പിടിവാശിയിലാണ്. ഇരുകൂട്ടരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവാതെ മേഖലയിൽ സമാധാനം പുലരില്ല എന്നതാണ് യാഥാർത്ഥ്യം. വെടിനിർത്തൽ ഉന്നമിട്ട് US കൊണ്ടുവന്ന സമാധാന പ്ലാൻ അംഗീകരിക്കാൻ ഇതുവരെ യുക്രൈൻ തയ്യാറായിട്ടില്ല. നിലവിൽ യുക്രൈന്റെ ഭാഗമായ ഡോൺബാസ് വിട്ടുകിട്ടണമെന്ന റഷ്യയുടെ ആവശ്യമാണ് പ്രധാന പ്രതിസന്ധി. ഡോൺബാസിൽ ഹിതപരിശോധനയാകാമെന്ന് ഇതിനിടെ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി പറഞ്ഞു. മിണ്ടരുത് എന്നായിരുന്നു ഇതിനെതിരെ പുടിന്റെ പ്രതികരണം. ഡോൺബാസ് റഷ്യയുടെ പരമാധികാര മേഖലയാണെന്നും പ്രദേശത്തുനിന്ന് യുക്രൈൻ സൈന്യം ഉടൻ ഒഴിഞ്ഞുപോകണമെന്നും റഷ്യ ആവശ്യപ്പെട്ടു. അതേസമയം 2022 നടന്നൊരു ഹിതപരിശോധനയിൽ ഡോൺബാസ് ജനത വോട്ടിട്ടത് റഷ്യയ്ക്കൊപ്പം ചേരാനായിരുന്നു. യുക്രൈനും റഷ്യയും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങളെല്ലാം തന്നെ പാളുകയാണ്. വെടിനിർത്തൽ ഉന്നമിട്ട് US കൊണ്ടുവന്ന സമാധാന പ്ലാൻ അംഗീകരിക്കാൻ ഇതുവരെ യുക്രൈൻ തയ്യാറായിട്ടില്ല. നിലവിൽ യുക്രൈന്റെ ഭാഗമായ ഡോൺബാസ് വിട്ടുകിട്ടണമെന്ന റഷ്യയുടെ ആവശ്യം തന്നെയാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായി നിലനിൽക്കുന്നതും. ഡോൺബാസിൽ ഹിതപരിശോധനയാകാമെന്ന് പറഞ്ഞ സെലൻസ്കിയോട് പുടിൻ വളരെ കർശനമായ മറുപടിയാണ് കൊടുക്കുകയും ചെയ്തത്. ഡോൺബാസ് റഷ്യയുടെ പരമാധികാര മേഖലയാണെന്നും പ്രദേശത്തുനിന്ന് യുക്രൈൻ സൈന്യമാണ് ഒഴിഞ്ഞുപോകേണ്ടതെന്നുമാണ് പുടിൻ പറയുന്നത്. ഇതേസമയം 2022 നടന്ന ഹിതപരിശോധനയിൽ ജനങ്ങൾ വോട്ടിട്ടത് ഡോൺബാസിലെ ജനങ്ങളെല്ലാം വോട്ടിട്ടത് റഷ്യയ്ക്കൊപ്പം ചേരാനായിരുന്നു. എന്തു തന്നെ സംഭവിച്ചാലും ഡോൺബാസ് കൈവിടില്ലെന്നും എത്രയും വേഗം തിരിച്ചുപിടിക്കുമെന്നും പുടിന്റെ വിദേശനയ ഉപദേഷ്ടാവ് യൂറി ഉഷ്കോവും പറഞ്ഞു. യുദ്ധം ഇനിയും വർഷങ്ങളോളം നീണ്ടാലും റഷ്യയ്ക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകില്ലെന്ന് റഷ്യൻ കേന്ദ്ര ബാങ്കിന്റെ മുൻ മേധാവി സെർഗെയ് അലക്സാൻഷെൻകോ പറയുന്നു. റഷ്യയുടെ സാമ്പത്തിക വളർച്ച മോശമാവുകയാണെന്നത് ശരിയാണ്. എങ്കിലും യുദ്ധം തുടരാൻ ആവശ്യത്തിന് മൂലധനം പുടിന്റെ കയ്യിലുണ്ട്. GDP വളർച്ച നിരക്ക് ഈ വർഷം മുൻവർഷത്തെ 4.3% നിന്ന് 0.9% ഇടിയും. കുറഞ്ഞത് അടുത്ത 3 വർഷത്തേക്കെങ്കിലും യുദ്ധം ചെയ്യാൻ പുടിന് കഴിയുമെന്നും അലക്സാൻഷെൻകോ പറയുന്നു. റഷ്യയുടെ സാമ്പത്തിക വളർച്ച മോശമാവുകയാണെന്നത് ശരിയാണ്. എങ്കിലും യുദ്ധം തുടരാൻ ആവശ്യത്തിന് മൂലധനം പുടിന്റെ കയ്യിലുണ്ട്.
GDP വളർച്ചാ നിരക്ക് ഈ വർഷം മുൻവർഷത്തെ 4.3% നിന്ന് 0.9%-ലേക്ക് ഇടിയും. കുറഞ്ഞത് അടുത്ത 3 വർഷത്തേക്കെങ്കിലും യുദ്ധം ചെയ്യാൻ പക്ഷേ പുടിന് കഴിയുമെന്നാണ് അലക്സാഷെൻകോ പറയുന്നത്. ഇതേസമയം അനുകൂല ഘടകങ്ങൾ ഉണ്ടായിട്ടും ക്രൂഡ് ഓയിൽ വില ഇടിയുകയാണ്. റഷ്യൻ എണ്ണക്കപ്പലുകൾക്ക് നേരെ യുക്രൈൻ വീണ്ടും ആക്രമണം ശക്തമാക്കിയിട്ടുമുണ്ട്. മറ്റൊരു എണ്ണ കയറ്റുമതി രാജ്യമായ വെനസ്വേലയ്ക്കെതിരെ US സൈനിക നീക്കം നടത്തിയേക്കുമെന്ന സൂചനകളും ശക്തം. വെനസ്വേലൻ എണ്ണക്കപ്പലുകളിൽ ഒന്ന് കഴിഞ്ഞ ദിവസം US പിടിച്ചെടുത്തിരുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ എണ്ണ വിതരണം തടസ്സപ്പെടുമെന്ന ആശങ്കയുണ്ടാകാനും വില കൂടാനുമാണ് സാധ്യതയെങ്കിലും സംഭവിക്കുന്നത് നേരെ മറിച്ച്. WTI ക്രൂഡ് വില ബാരലിന് 0.28% താഴ്ന്ന് $57.44 ബ്രന്റ് വില 0.26% കുറഞ്ഞ് $61.12 എത്തി. ഇന്ത്യൻ കമ്പനികൾ ഇപ്പോൾ വലിയ തോതിൽ വാങ്ങുന്ന UAE മർബാൻ ക്രൂഡ് വില 0.54% താഴ്ന്ന് $62.18 ആയിരിക്കുകയാണ്. രാജ്യാന്തര സ്വർണ്ണവില കുതിപ്പ് തുടങ്ങിയിട്ടുമുണ്ട്. ഇന്നലെ ഔൺസിന് $4,260 ആയിരുന്ന വില ഇന്നൊരു ഘട്ടത്തിൽ $4,352 വരെ എത്തി. എന്നാൽ ഇപ്പോൾ വ്യാപാരം ചെയ്യുന്നത് $4,300 കേരളത്തിൽ ഇന്നലെ വില സർവകാല ഉയരത്തിലെത്തിയിരുന്നു. 2,520 രൂപയാണ് വർദ്ധിച്ചത്. വില 98,400 രൂപയാണ്. 1 ലക്ഷം തൊടാൻ ഇനി കുറച്ച് രൂപകൾ മാത്രം ബാക്കി. ഗ്രാമിന് 315 രൂപ വർദ്ധിച്ച് 12,300 രൂപയായി കഴിഞ്ഞു. ഇന്നൊരു പക്ഷേ വില ചരിത്രത്തിൽ ആദ്യമായി 1 ലക്ഷം രൂപ കടന്നേക്കും എന്നും സംശയമുണ്ട്. അടിസ്ഥാന പലിശ നിരക്ക് കുറച്ച US കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവിന്റെ നടപടിയാണ് സ്വർണത്തിന് കുതിപ്പാകുന്നത്. മലയാളി വാർത്ത പ്ലസ്. Malayali Warta Plus. Like, share and subscribe.